അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണ് പുതിയതായിട്ടുള്ള അടുപ്പിലാട്ടോ. പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ എന്നാ സച്ചു തോരൻ. ഇന്ന് സ്പെഷ്യലൊരു തോരനാണ്. ഇതെങ്ങനെ വെക്കുന്നുള്ള വീഡിയോ നമ്മൾ ഇതിനോട് ചേർത്തിട്ടുണ്ട്. പിന്നെ എന്നാ അച്ചു നമ്മുടെ കോവയ്ക്കയും വള്ളിപ്പയറും കൂടെ മെഴുക്കോട്ടിയാണ്. പിന്നെ എന്നാ അച്ചു ചമ്മന്തി, തേങ്ങ ചമ്മന്തിയാണ്. പിന്നെ നമ്മൾ ഒരു ഉണക്കമീൻ വറുത്തെടുത്തിട്ടുണ്ട്. ഉണക്ക തരണ്ടി കഷ്ണം കേട്ടോ. അവിടെ വറുത്ത് നമ്മൾ ഇതിനോട് ഇലയെ പൊതിഞ്ഞ് ഈ ചോറിനോടെ തന്നെ വെക്കും. ഇത്രയാണ് ഉച്ചത്തെ ഊണിൻ്റെ കറികൾ. നമുക്കിത് പൊതിയിട്ടാം. ഇപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി കഴിയുമ്പോൾ കടുക് ഒന്ന് ഇട്ട് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആദ്യം തന്നെ കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ സവോള അവിടെ ചേർത്ത് ഒന്ന് വാടി വന്നാൽ മതി, കണ്ടുമാനം വഴറ്റിയെടുക്കണ്ട. ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മുരിങ്ങയുടെ പൂവും മുരിങ്ങയുടെ ഇലയും കൂടെ അരിഞ്ഞത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലോട്ട് ചേർത്തിട്ടുണ്ടേ. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വാടി വരണം വരെ, ഇലയും പൂവും ഒന്ന് വാടി വരണം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൂ മാത്രമായിട്ട് നമുക്ക് ഈ റെസിപ്പി ചെയ്യാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള ഉപ്പോടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലോട്ട് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുവേണ്ടി അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് കുറച്ച് വെള്ളം തെളിച്ചൊരു 3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റാം കേട്ടോ. അതുകൊണ്ട് ആവി കയറി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നടുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് 2 മുട്ട നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ മുളക് പൊടി വേണം ഒഴിവാക്കിയിട്ട് ഇവിടെ വേണേൽ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ ചിരവിയുടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മുട്ടയും തേങ്ങയും പൂവും ഇലയും കൂടെ നന്നായിട്ടൊന്ന് ഈ മുട്ടയായിട്ട് ചേർന്ന് ആദ്യം നല്ല കട്ടിക്ക് വരുമെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴേക്ക് നല്ല തോരൻ പോലെ വരും കേട്ടോ. അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് ആദ്യം ചേർത്ത് പോരെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം മുരിങ്ങയുടെ പൂ കൂടുതൽ കിട്ടുന്നൊരു സമയമാണല്ലോ. അപ്പം ഈ റെസിപ്പി എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഒരു കാര്യം കൂടെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പട്ടിക്കുട്ടിയെ കാണാതായെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ചെയ്തായിരുന്നല്ലോ ദേവലോകത്ത്. പട്ടിക്കുട്ടിയെ തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിച്ചിട്ടുണ്ട് അവർ.